السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله رب العالمين الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. സ്നേഹാദരണീയരായ സഹോദരങ്ങളെ, സത്യവിശ്വാസികളെ, അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ അവസരങ്ങളിലും ഒരുപോലെ കാത്തു സൂക്ഷിക്കണമേ എന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്. അള്ളാഹുവിൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ ക്ലാസ്സിലാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇത്തരത്തിലൊരു സൽക്കർമ്മവേദിയുടെ അവസരത്തിന് കാരണക്കാരനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്തുതിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്ന വിഷയം അല്ലാഹുവിൻ്റെ മഹത്തായൊരു നാമത്തെക്കുറിച്ചുകൊണ്ടാണ്. അൽ ബസീർ എന്ന് പറയുന്ന ശ്രദ്ധേയമായ അല്ലാഹുവിൻ്റെ ഒരു നാമം വിശുദ്ധ ഖുർആനിൽ 42 സ്ഥലങ്ങളിൽ അല്ലാഹു പ്രയോഗിച്ച നാമമാണ് അൽ ബസീർ എന്ന് പറയുന്ന നാമം. അല്ലാഹുവിന് ബസറുണ്ട്, കാഴ്ചയുണ്ട് എന്ന വിശേഷണത്തെ സ്ഥിരീകരിക്കുന്ന അല്ലാഹുവിൻ്റെ നാമമാണ് അൽ ബസീർ. ഈ നാമം അർത്ഥമാക്കുന്നത് എന്താണ്? ഇത് തേടുന്നത് എന്താണ്? അല്ലാഹുവിൻ്റെ സൂക്ഷ്മവും വിശാലവുമായ കാഴ്ചയെയാണ് അൽ ബസീർ എന്ന് പറയുന്ന നാമം അർത്ഥമാക്കുന്നത്. അല്ലാഹുവിൻ്റെ കാഴ്ച എന്ന് പറയുന്നത് എല്ലാം ഒരുപോലെയാണ്. അതിലടുത്തതെന്നില്ല, അകലെ എന്നുള്ള പ്രശ്നമില്ല, ചെറുതെന്നോ വലുതെന്നോ വ്യത്യാസമില്ല. എല്ലാം അല്ലാഹുവിന് ഒരുപോലെയാണ്. അതാണ് അൽ ബസീർ. മഹാനായ ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത് കാണാം. വഹുവൽ ബസീറു
യറാ ദബീബൻ നംലത്തി അസ്സൗദാഇ തഹ്ത അസ്സഖരി വസ്സുവാനി വയറാ മജാരിൽ ഹൂതി ഫി അഗ്ളാഇഹ വയറാ നിയാത്ത ഖുറൂഖിഹ ബിഇയാനി വയറാ ഖിയാനാത്തിൽ ഉയൂൻ ബിലഹ്ളിഹ വയറാക കദാക തഖല്ലുബൽ അജ്ഫാൻ. എന്താണ് ഈ പറഞ്ഞത്? ഒരു മത്സ്യത്തിൻ്റെ അവയവങ്ങൾ, ആ മത്സ്യത്തിൻ്റെ ശരീരത്തിലെ രക്തമെത്തുന്ന ഞരമ്പുകൾ അതുവരെ കൃത്യമായി കാണുന്നവനാണ് അല്ലാഹു. നമ്മുടെ കണ്ണൊന്ന് ഇമ വെട്ടിക്കഴിഞ്ഞാൽ അത് കാണുന്നവനാണ് അല്ലാഹു. കണ്ണുകളുടെ കട്ടുനോട്ടങ്ങൾ അവൻ അറിയുന്നു. ഒരു കറുത്ത ചെറിയ ഉറുമ്പ് കരിമ്പാറക്ക് താഴെ അരിച്ചു നീങ്ങുമ്പോൾ ആ അരിക്കുന്ന ഉറുമ്പിനെയും അതിൻ്റെ ചലനത്തെയും കാണുന്നവനാണ് അല്ലാഹു. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അലം യഅലം ബി അന്നല്ലാഹ യറാ. മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ അല്ലാഹു അവനെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന്? ഈ വചനം അല്ലാഹു അവതരിപ്പിക്കുന്നത് ആരുടെ വിഷയത്തിലാണ്? അബൂജഹലിൻ്റെ വിഷയത്തിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശത്രുവാണ് അബൂജഹൽ. ആ അബൂജഹലിൻ്റെ വിഷയത്തിലാണ് അലം യഅലം ബി അന്നല്ലാഹ യറാ. മനുഷ്യൻ മനസ്സിലാക്കുന്നില്ലേ അവനെ അല്ലാഹു കാണുന്നുണ്ട് എന്നുള്ള വചനം അവതരിച്ചത്. അബൂജഹൽ മക്കയിലെ ശത്രുക്കളുടെ നേതാവാണ്. മഹാനായ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം കഅബയുടെ പരിസരത്ത് നിസ്കരിക്കുന്നത് ആര് വിലക്കിയിരുന്നു? അബൂജഹൽ വിലക്കിയിരുന്നു. മക്കയിലെ പ്രബോധനത്തിൻ്റെ ആരംഭഘട്ടത്തിൽ കഅബയുടെ അടുത്ത് ചെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്നത് ശത്രുക്കൾക്ക് വലിയ തലവേദനയായി. കാരണമുണ്ട്. എന്തിനാ കഅബൻ്റെ അടുത്ത് വന്ന് നിസ്കരിക്കുന്ന റസൂലുള്ളാഹിൻ്റെ നിസ്കാരം കണ്ടവർക്ക് പ്രയാസം ഉണ്ടാവണേ? അതിനൊരു കാരണമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരത്തിൻ്റെ ഭംഗി കണ്ട് മറ്റുള്ളവർ ഇസ്ലാമിലേക്ക് ആകൃഷ്ടരാകാൻ തുടങ്ങി. അതുകൊണ്ടാണ് അബൂജഹൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തടയാൻ മുതിർന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിശുദ്ധ ഖുർആനിൻ്റെ പാരായണം കേട്ടുകൊണ്ടും ആളുകൾ ഇസ്ലാമിലേക്ക് വരാൻ തുടങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നിസ്കാരം കണ്ട് ഇസ്ലാമിലേക്ക് വന്ന ഒരു സഹാബിയാണ് തുഫൈൽ അംർ അദ്ദൗസി എന്ന് പറയുന്ന യമനി. ആ ചരിത്രം നമ്മൾ പല അവസരങ്ങളിൽ കേട്ടതാണ്. അദ്ദേഹം ഇസ്ലാമിലേക്ക് വരാൻ കാരണം ഹറമിൻ്റെ കഅബയുടെ സമീപത്ത് നിസ്കരിക്കുന്ന റസൂലുള്ളാഹിൻ്റെ നിസ്കാരവും ഖുർആനിൻ്റെ പാരായണവും കേട്ടുകൊണ്ടാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. ഒരിക്കലും അത് കേൾക്കാൻ ഇടയാകരുത് എന്ന് വിചാരിച്ച് ചെവിയിൽ പഞ്ഞു തിരിയിട്ടാണ് അയാൾ നടന്നിരുന്നതെന്നാണ്. പക്ഷെ നിസ്കാരത്തിൻ്റെ ഭംഗിയും രൂപമൊക്കെ കണ്ടപ്പോൾ അയാൾ ചെവിന്ന് അടപ്പൂരിയിട്ട് എന്താണ് ഇയാൾ ചൊല്ലിപ്പറയുന്നത് എന്ന് കേൾക്കാൻ ഊരിയതാണ്. അങ്ങനെയാണ് അദ്ദേഹം ഇസ്ലാമിലേക്ക് വരുന്നത്. അദ്ദേഹം പ്രഖ്യാപിച്ചൊരു കാര്യം എന്തായിരുന്നു അറിയാം? മക്കക്കാർ പറഞ്ഞതുപോലെ മുഹമ്മദ് ഒരു ഭ്രാന്തനല്ല. മക്കക്കാർ പറയുന്നത് പോലെ അദ്ദേഹം ഒരു ജ്യോത്സ്യനല്ല. മക്കക്കാർ പറയുന്നത് പോലെ
അദ്ദേഹം ഒരു പുത്തൻവാദിയല്ല. ഇത് യമനിൽ നിന്ന് കഅബയുടെ സമീപത്തേക്ക് ആരാധനകൾക്ക് വേണ്ടി വന്ന തുഫൈൽ പറഞ്ഞതാ. ഇങ്ങനെയുള്ള ആളുകളെ ഒരുപാട് പരിചയമുണ്ട് ആർക്ക്? അബൂജഹലിന്. അതുകൊണ്ടാണ് നമ്മുടെ നേതാവ് കഅബയുടെ അടുത്ത് നിസ്കരിക്കുന്നത് അബൂജഹൽ വിലക്കുവാൻ കാരണമെന്നുള്ളതാണ്. ഒരിക്കൽ അബൂജഹൽ പറയുണ്ടായി, മുഹമ്മദ് ഇവിടെ ഇനി നമസ്കരിക്കുകയാണെങ്കിൽ അവൻ്റെ പിരടിയിൽ ഞാൻ ചെന്ന് ചവിട്ടും എന്ന് ആ ദുഷ്ടൻ പറയുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുജൂദിലായിരിക്കെ നബിയുടെ പിരടിയിൽ ചവിട്ടാൻ അവൻ പറഞ്ഞതുപോലെ അവൻ ഓടി ചെല്ലുന്നുണ്ട്. പക്ഷെ അവൻ ചവിട്ടാൻ പോയ വേഗത്തേക്കാൾ വേഗതയിൽ തിരിച്ചോടുകയാണ്. ബേക്കോട്ട് ഓടുന്ന അബൂജഹലിനെ ബാക്കിയുള്ളവർ നോക്കിയപ്പോൾ അബൂജഹൽ കൈകൊണ്ട് എന്തോ ആംഗ്യം കാട്ടിയിട്ടാണ് ഓടുന്നത്. അബൂജഹലിൻ്റെ കൂടെയുള്ളവർ ചോദിച്ചു, എന്തിനാണ് താങ്കൾ ഇങ്ങനെ ഓടുന്നത്? അപ്പോൾ അവൻ പറഞ്ഞു, മുഹമ്മദിൻ്റെയും സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെയും ഇടയിൽ ഒരു കിടങ്ങ് ഞാൻ കണ്ടു, വലിയൊരു കുഴി, ഒരു ഗർത്തം ഞാൻ കാണുകയുണ്ടായി. അതിൽ ഒരുപാട് തീജ്വാലകൾ ഇങ്ങനെ കത്തുന്നത് ഞാൻ കണ്ടു. കുറേ ചിറകുകളും ഞാൻ ആ തീയിൽ കാണുകയുണ്ടായി. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, അവൻ കണ്ട ചിറകുകൾ അള്ളാഹുവിൻ്റെ മലായിക്കത്തുകളുടെ ചിറകുകളായിരുന്നു. എന്നെ ചവിട്ടാൻ വീണ്ടും അവൻ എൻ്റെ അടുക്കലേക്കെങ്ങാനും അടുത്തിരുന്നുവെങ്കിൽ മലക്കുകൾ അവനെ കഷ്ണങ്ങളാക്കുമായിരുന്നു എന്ന് പിന്നീട് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഈ വിഷയത്തിലാണ് ഖുർആനിൽ ആയത്തിറങ്ങിയത്, അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ. പിന്നെയാണ് ആ വചനം പറഞ്ഞത്, അലം യഅലം ബി അന്നല്ലാഹ യറാ. ഈ കൂട്ടത്തിലെ ഒരു വചനമാണ് ആ വചനം. എന്താണ് ആ ആയത്തിൻ്റെ അർത്ഥം? അള്ളാഹു അവനെ കാണുന്നുണ്ടെന്നവൻ അറിയുന്നില്ലേ? അതാണ് അള്ളാഹുവിൻ്റെ ചോദ്യം. അബൂജഹലിനെ പോലെയുള്ള പാപികൾ, തെറ്റ് ചെയ്യാൻ ശ്രമിക്കുന്ന പാപികൾ അറിയുന്നില്ലേ എന്ത്? അള്ളാഹു കാണുന്നുണ്ട് എന്ന്. അപ്പം അബൂജഹലിനെ പോലെയുള്ള പാപങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആളുകളൊക്കെ അറിഞ്ഞുകൊള്ളുക, അള്ളാഹു അവരെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത്. നബിയോട് അള്ളാഹു പറഞ്ഞു, കല്ലാ ലഇൻ ലം യൻതഹി ലനഫ്സഅൻ ബിന്നാസിയ. അവൻ ഈ പരിപാടി അവസാനിപ്പിക്കുന്നില്ല എങ്കിൽ അവൻ്റെ കുടുമ ഞാൻ പിടിച്ചു വലിക്കുന്നതാണ്. നാസിയത്തിൻ കാദിബത്തിൻ ഖാതിഅ. കള്ളം പറയുന്ന, പാപം ചെയ്യുന്ന ആ കുടുമ. ഫല്യദ്ഉ നാദിയ സനദഉ സബാനിയ. അവൻ അവൻ്റെ ആളുകളെ വിളിക്കട്ടെ, ഞാൻ എൻ്റെ സബാനിയാക്കളെ വിളിക്കും. കല്ലാ ലാ തുതിഉഹു വസ്ജുദ് വഖ്തരിബ്. അങ്ങനെയാണ് സൂറത്ത് അവസാനിക്കുന്നത്. ഇത് പറഞ്ഞുകൊണ്ടാണ് നബിയെ അള്ളാഹു ആശ്വസിപ്പിച്ചത്. ഇവിടെ വിഷയം എന്താണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ച് പറഞ്ഞതെന്താ? അലം യഅലം. അതാണ് വിഷയം. അലം യഅലം ബി അന്നല്ലാഹ യറ. ജീവിതത്തിൻ്റെ എല്ലാ ഘട്ടങ്ങളിലും നമുക്ക് വേണ്ട ഒരു ബോധ്യമാണത്, അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. വിശുദ്ധ ഖുർആനിൻ്റെ മറ്റൊരു ഭാഗത്ത് അള്ളാഹു പറഞ്ഞില്ലേ, വതവക്കൽ അലൽ അസീസിർ റഹീം അല്ലദീ യറാക ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്ന റബ്ബിൽ നീ ബരമേൽപ്പിക്കുക. ജീവിതത്തിൽ നമ്മൾ മാനസികമായി അനുഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും
സഹോദരങ്ങളെ, അള്ളാഹുവിൽ പരിഹാരമുണ്ട്. അങ്ങനെയുള്ള നാഥനിലാണ് നമ്മൾ വിശ്വസിച്ചിട്ടുള്ളത്. അള്ളാഹ് പറയണ എന്താണ്? വതവക്കൽ അലൽ അസീസിർ റഹീം. എല്ലാറ്റിനെയും അതിജയിച്ചു നിൽക്കുന്ന പ്രതാപിയായ അള്ളാഹുവിൽ നീ ബരമേൽപ്പിക്കുക. അല്ലദീ, അവൻ എങ്ങനെയുള്ളവനാണ്? യറാക്ക, അവൻ നിന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്. ഹീന തഖൂമു വതഖല്ലുബക ഫിസ്സാജിദീൻ ഇന്നഹു ഹുവസ് സമീഉൽ അലീം. നിങ്ങൾ നമസ്കരിക്കുമ്പോൾ നിങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്നവനാണവൻ. നാം മാരിബി നിസ്കരിച്ചു. നമ്മൾ മാരിബി നിസ്കരിച്ചപ്പോൾ അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഇനി ഇൻഷാ അല്ലാഹ് നമ്മൾ ഇശാ നമസ്കരിക്കും. ഇശാ നമസ്കരിക്കുമ്പോഴും അള്ളാഹു നമ്മെ കണ്ടുകൊണ്ടിരിക്കും. സുജൂദ് ചെയ്യുന്നവരുടെ ഇടയിൽ അവൻ്റെ ചലനങ്ങളെ വരെ കാണുന്നവനാകുന്നു അള്ളാഹു. അപ്പം ഈ ആയത്തിൻ്റെ ആശയം എന്താണ്? നമ്മൾ ചെയ്യുന്നതെല്ലാം ആര് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇവിടെ പറഞ്ഞതെന്താണ്? നിസ്കരിക്കുന്നവൻ്റെ നമസ്കാരത്തെ കാണുന്നവൻ, സുജൂദ് ചെയ്യുന്നവരുടെ ചലനങ്ങളെ കാണുന്നവൻ എന്നൊക്കെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. നിങ്ങൾ നോക്കേ, ചരിത്രത്തിൽ കഴിഞ്ഞുപോയ ഒരു വലിയ സംഭവമാണല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നത്. ആ രാത്രിയുടെ നിശബ്ദതയിൽ ലോകം ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് നമസ്കരിക്കാൻ എണീക്കുന്നവനെ ആര് കാണുന്നുണ്ട്? അള്ളാഹു കാണുന്നുണ്ട്. സഹോദരങ്ങളെ, സുബൈ നിസ്കരിക്കാൻ പള്ളിയിലേക്ക് വരുന്നവനെ എന്ത് പ്രതീക്ഷിക്കാനാ ദുന്യവിയായിട്ട്? ലോകം ഉറങ്ങുകയാണ്, പറവാദികളും മൃഗങ്ങളും ഉറങ്ങുകയാണ്. പക്ഷെ പള്ളിയിലേക്ക് ആ പ്രഭാതത്തിൻ്റെ ഇരുട്ടിൽ നടന്നു വരുമ്പോൾ അവൻ്റെ മനസ്സിൽ ഒരേ ഒരു ചിന്ത മാത്രമാണ്: അള്ളാഹു എന്നെ കാണുന്നുണ്ട്. ആ സുബഹിക്ക് മുമ്പ് എണീറ്റ് നിസ്കരിക്കുന്ന 3 റക്അത്ത് ചുരുങ്ങിയ തഹജ്ജുദ് നിസ്കാരം നമ്മളൊക്കെ അത് ശീലമാക്കണം. വീട്ടിൽ നിന്ന് സുബഹിയുടെ ഒരു അരമണിക്കൂർ മുമ്പ് നീച്ച് നമുക്കത് കിട്ടും. തഹജ്ജുദ് നിസ്കരിക്കുന്നവരുടെ ഹൃദയത്തെ തകർത്ത് കളയാൻ വലിയ തിരമാലകൾ പോലെയുള്ള പരീക്ഷണങ്ങൾ അവൻ്റെ മുമ്പിലേക്ക് വന്നാലും അതിനെ തടഞ്ഞു നിർത്താനും അതിനെ ഡിഫെൻഡ് ചെയ്യാൻ അവന് സാധിക്കുന്ന ഒന്നാം ആകാശത്ത് വെച്ച് അള്ളാഹ് ചോദിക്കുന്നില്ലേ, എന്നോട് ചോദിക്കാൻ ആരുണ്ട്, ഞാൻ തരാം. എന്നോട് പാപമോചനം തേടാൻ ആരുണ്ട്, ഞാൻ പുറത്തു തരാം എന്ന് പറയുന്ന സമയമാണ് തഹജ്ജുദിൻ്റെ സമയം. പറ്റാവുന്നവരൊക്കെ അത് ശീലമാക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുകയാണ്. സഹോദരങ്ങളെ, ആ സമയത്തും നമ്മെ ആരും കാണുന്നില്ല, പക്ഷെ ഒരുവൻ കാണുന്നുണ്ട്. അതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല, അതാണ് അല്ലാഹു പറഞ്ഞത്, അല്ലദീ യറാക ഹീന തഖൂം. ആ നമസ്കരിക്കുന്നവന്റെ നമസ്കാരത്തെ അല്ലാഹ് കാണുന്നു. അപ്പൊ ഈ ബോധമുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്മകൾ ചെയ്യാൻ ആര് കണ്ടാലും ഇല്ലെങ്കിലും നമുക്കത് വലിയൊരു പ്രേരണയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ നോക്ക്, സുജൂദ് കിടക്കുമ്പോൾ നമ്മൾ ചുണ്ടാൻ എങ്ങനത് ആരെങ്കിലും കാണും? ഖുർആന്റെ ആയത്തിൽ അല്ലാഹ് പറഞ്ഞതാണ്, സുജൂദിൽ കിടക്കുമ്പോൾ അവൻ്റെ ചുണ്ടുകൾ അനങ്ങുന്നത് ഞാൻ കാണുന്നു. മനസ്സുകൾ പിടയുമ്പോൾ, അതുപോലെ കണ്ണുകൾ നിറയുമ്പോൾ, അതും ബസീറായ നാഥൻ എല്ലാം കാണുന്നവൻ കണ്ടുകൊണ്ടിരിക്കുന്നു. അതാണ് അള്ളാഹുവിൻ്റെ അൽ ബസീർ എന്നുള്ള നാമം അറിയിക്കുന്നത്. അതാണ് ഖുർആൻ പറഞ്ഞത്, വതഖല്ലുബ ഫിസ്സാജിദീൻ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ നമുക്ക് കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഹ്സാനിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞു, അൻ തഅബുദല്ലാഹ കഅന്നക തറാ ഫഇൻ ലം തകുൻ തറാഹു ഫഇന്നഹു യറാക്. ഇഹ്സാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നീ അള്ളാഹുവിനെ കാണുന്നുണ്ടെന്ന പോലെ നീ അള്ളാഹുവിനെ ആരാധിക്കലാണ്. അള്ളാഹുവിനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഇബാദത്ത് ചെയ്യാനാണ് അള്ളാഹു നമ്മളോട് കൽപ്പിച്ചിട്ടുള്ളത്. സൂറത്ത് മുൽക്കിൽ ആയത്ത് എന്താ? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. സുന്ദരമായ ഖുർആനിലൊരു വചനമാണത്. ജീവിതവും മരണവും അള്ളാഹു സൃഷ്ടിച്ചത് എന്തിനു വേണ്ടിയാണ്? നിങ്ങളിൽ ഏറ്റവും നന്നായി
ഇഹ്സാനോടുകൂടി അമല് ചെയ്യുന്നതാരാണെന്ന് പരിശോധിക്കാനാണ്. കേട്ടോ, അഹ്സനു അമല. ആ ഇഹ്സാൻ എന്താണ്? അള്ളാഹുവിനെ നീ കാണുന്നുണ്ടെന്ന പോലെ നീ അവനെ ആരാധിക്കുക. അവനെ നീ കാണുന്നില്ലെങ്കിലും അവൻ നിന്നെ കാണുന്നുണ്ട്. അങ്ങനെ ഇബാദത്ത് ചെയ്യാനാണ് ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഈ പറയപ്പെട്ട കാഴ്ച കേവലം ഉപരിവിപ്ലവമായൊരു കാഴ്ചയല്ല, ശരീരത്തിൻ്റെ ബാഹ്യമായ ഒരു കാഴ്ചയുമല്ല. നേരെ മറിച്ചുകൊണ്ട് നമ്മുടെ ശരീരം കാണുന്നത് പോലെ മനസ്സും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടല്ലേ ഖുർആൻ്റെ ഒരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞത്, യഅലമു ഖായിനത്തുൽ അഗ്യുനി വമാ തുഖ്ഫിസ് സുദൂർ. നിങ്ങളുടെ കണ്ണിൻ്റെ വഞ്ചനാ നോട്ടം അവൻ കാണുന്നു. നിങ്ങളുടെ ഹൃദയത്തിലൂടെ മിന്നിമറയുന്ന ചിന്താ തരംഗങ്ങളെ അല്ലാഹു കാണുന്നു. മറ്റൊരു ഭാഗത്ത് അല്ലാഹു പറഞ്ഞു, വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹ്. വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹ്. നിങ്ങൾ പ്രവർത്തിച്ചു കൊള്ളുക, അല്ലാഹുവും അവൻ്റെ റസൂലും വിശ്വാസികളും അവൻ്റെ പ്രവർത്തനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ അല്ലാഹുവിൻ്റെ കാഴ്ച മനുഷ്യർ കാണുന്ന പോലെയല്ല. ആ കാഴ്ചക്ക് പരിപൂർണമായ എല്ലാ അവസ്ഥകളുമുണ്ട്. അതാണ് അല്ലാഹുവിൻ്റെ കാഴ്ച എന്ന് പറയുന്നത്. ഇവിടെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുള്ള ആഹ്വാനമാണ് ഈ വചനത്തിലൂടെ അല്ലാഹു നമ്മോട് പറയുന്നത്. സഹോദരങ്ങളെ, മദീനയിൽ തബൂക്ക് യുദ്ധവേളയിൽ അഅറാബികളും കപടവിശ്വാസികളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പെരുമാറിയതുമായി ബന്ധപ്പെട്ട ഒരു വചനമായിരുന്നു ഈ വിശുദ്ധ ഖുർആനിൻ്റെ ഈ വചനം. ഏത്? വഖുൽ ഇഅ്മലൂ ഫസയറല്ലാഹ് അമലുക്കും വറസൂലുഹു വൽ മുഅ്മിനൂൻ. ഈ ഖുർആനിക വചനം മദീനയിലെ തബൂക്ക് യുദ്ധവേളയിൽ അഅറാബികളും കപടവിശ്വാസികളും നബിയോട് പെരുമാറിയതുമായി ബന്ധപ്പെട്ട ഖുർആനിക വചനമാണ്. അതുകൊണ്ട് തന്നെ ഭീഷണിയുടെ സ്വരത്തിൽ സൂറത്ത് തൗബയിൽ അല്ലാഹു ഈ വചനം അവതരിപ്പിച്ചു എന്നാണ് മുഫസ്സിറുകൾ വിശദീകരിക്കുന്ന ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്. സഹോദരങ്ങളെ, ഇവിടെ പറയുന്നത് നിങ്ങളുടെ പ്രവർത്തനത്തെ അല്ലാഹു കാണുമെന്നാണ്. നിങ്ങളുടെ പ്രവർത്തനത്തെ അല്ലാഹു കാണുമെന്നാണ് ഇവിടെ അല്ലാഹു പറയുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അൽ ബസീറാണ്, എല്ലാം കാണുന്നവനാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ആ റബ്ബിൻ്റെ കാഴ്ച? അത് നമ്മളൊന്ന് മനസ്സിലാക്കണം. എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ കാഴ്ച? അവൻ്റെ കാഴ്ചകൾ കണ്ണുകൾ കൊണ്ടാണ്. അല്ലാഹുവിൻ്റെ കാഴ്ച അവൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. ഖുർആൻ ഉണർത്തിയിട്ടുണ്ടത്, ഹദീസുകളിലും ഉണർത്തിയിട്ടുണ്ടത് എന്ന് നമുക്ക് കാണാൻ പറ്റും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ? എന്താ പറഞ്ഞത്? ദജ്ജാലിനെ പരാമർശിക്കുന്ന ഭാഗത്ത് കാണാം. അവസാന കാലഘട്ടത്തിൽ വലിയ ഫത്താനായി കടന്നു വരുന്ന ഒരു വലിയ ഫിത്നയുടെ വ്യക്തിയാണ് ദജ്ജാൽ. ആ ദജ്ജാലിനെ കുറിച്ച് പറയുന്ന ഭാഗത്ത് എന്താ പറഞ്ഞത്? ദജ്ജാല് വിശ്വാസികളെ പരീക്ഷിക്കാൻ കടന്നു വരും. ചില അത്ഭുതങ്ങൾ അവനിലൂടെ പ്രത്യക്ഷപ്പെടുമെന്നും ആര് പറഞ്ഞിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. അവൻ ഭൂമിയോട് പച്ച ചെടികൾ മുളക്കാൻ പറയുന്ന ഫതുംബിതു, അപ്പോൾ ചെടികൾ മുളക്കുമെന്നാണ്. ആകാശത്തോട് മഴ പെയ്യാൻ പറയും, ഫതുംതിറു, അപ്പോൾ മഴ വർഷിക്കുമെന്നാണ്. ഒരാളെ അവൻ വാളുകൊണ്ട് നടുകെ ഛേദിക്കും, അതിൻ്റെ ഇടയിലൂടെ അവൻ നടക്കും ചിരിച്ചുകൊണ്ട്, എന്നിട്ട് അതിന് ജീവൻ വരാൻ അവൻ പറയും, അത് ജീവൻ വരുമെന്നാണ്. ഇടിഞ്ഞു പൊളിഞ്ഞൊരു കബറ് കാണിച്ചു കൊടുക്കുകയും ആ കബറിൽ നിന്ന് വർഷങ്ങൾക്ക് മുമ്പ് മരിച്ച വ്യക്തിയെ അവൻ വിളിക്കുമ്പോൾ അത് എണീറ്റ് വരുമെന്നാണ്. സാക്ഷാൽ ശൈത്താനാണ് മനുഷ്യരൂപം പൂണ്ട് കടന്നു വരുന്നത് എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണ്ടായി. അപ്പം ഇങ്ങനത്തെ അത്ഭുതങ്ങളൊക്കെ കാണിക്കുന്ന ദജ്ജാലുമായി ബന്ധപ്പെട്ട വിഷയം പറയുന്ന ഭാഗത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇതൊന്നും അവൻ്റെ കറാമത്തായിട്ട് കൂട്ടണ്ട. നമ്മുടെ നാട്ടിൽ എവിടെയോ കിടക്കുന്നൊരു ഔലിയ, ആരോ പറഞ്ഞൊരു കള്ളക്കറാമത്ത്, അത് കേട്ടിട്ടാണ് ഇന്ന് കാസർഗോഡ് ജില്ലയിലുള്ള ആൾക്കാർ കോഴിക്കോട്ടത്തെ കറാമത്ത് കേട്ടിട്ട് വിശ്വസിക്കണം. കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, ആരോ പറഞ്ഞപ്പോൾ വിശ്വസിച്ചു. ഇങ്ങനെ വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആരാ ഉണ്ടാവുക? സ്ത്രീകളാണ്.
അപ്പൊ ഈ ദജ്ജാൽ എന്ന് പറയുന്ന ഈ ഫിത്തനക്കാരൻ നാട്ടുകൂടി വന്നിട്ട് ഈ അത്ഭുതങ്ങൾ നേരിട്ട് കാണിച്ചാലോ? റസൂലുള്ള പറഞ്ഞു, ദജ്ജാലിൻ്റെ കൂടിയും കൂടുതൽ ആരണ്ടാവുക? പെണ്ണുങ്ങളാണ്. കാരണം അവരെ പറ്റിക്കാൻ എളുപ്പമാണ്. അവൻ്റെ കൂടെയും സ്ത്രീകളാണ് അധികം ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഈ മഴ പെയ്യുന്നതും ചെടികൾ മുളക്കുന്നതും മരിച്ചവരെ ജീവിപ്പിക്കുന്നതൊക്കെ എന്താ? അത് കറാമത്തല്ല, അത് ഇസ്തിദറാജാണ്. എന്താ ഇസ്തിദറാജ് എന്ന് പറഞ്ഞാൽ? ആളുകളെ കണ്ണുകളെ കബളിപ്പിക്കുക. അല്ലാതെ കറാമത്തായിട്ട് ആരും എന്ത് ചെയ്യണ്ട, അതിനെ കൂട്ടണ്ട എന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ദജ്ജാൽ ഇതൊക്കെ കാണിച്ചിട്ട് എന്താ പറയാ? ഞാനാണ് അല്ലാഹ്. ഇതൊക്കെ കാണിച്ചിട്ട് അവൻ എന്താ പറയാ? ഞാനാണ് അല്ലാഹ് എന്നവൻ പറയും. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അന്നേ നമ്മളോട് പറഞ്ഞു തന്നിട്ടുണ്ട്, അവന് 2 കണ്ണുണ്ട്. ദജ്ജാലിന് 2 കണ്ണുണ്ട്. അതിൽ ഒന്ന് പൊട്ടിയിട്ടുണ്ട്. ആ പൊട്ടിയ കണ്ണ് ഉണക്കമുന്തിരി പുറത്തേക്ക് തള്ളി നിൽക്കുന്നത് പോലെയാണ്. പച്ചക്ക് ദജ്ജാലിനെ കാണുന്ന പോലെ പറഞ്ഞു തന്നിട്ടുണ്ട്. എല്ലാ പ്രവാചകന്മാരും ദജ്ജാലിനെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നബി പറഞ്ഞത്ര വിശദീകരണം ആരും കൊടുത്തിട്ടില്ല. ദജ്ജാൽ കുറിയവനാണ്, ഉയരമില്ലാത്തവനാണ്. ദജ്ജാൽ വെളുത്ത് ചുവന്നവനാണ്, ഹദീസിലുണ്ട്. ദജ്ജാലിൻ്റെ മുടി ജട പിടിച്ച മുടിയാണ്. അവൻ്റെ കാലുകൾ വളഞ്ഞതാണ്. അവൻ്റെ 2 കണ്ണിൽ ഒന്ന് പൊട്ടിയതാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു കണ്ണ് പൊട്ടിയിട്ടില്ലെങ്കിലും വളരെ വിരൂപമായ കണ്ണുകളാണ്. എന്നിട്ട് ഹബീബുനാ റസൂലുള്ളാഹി പറഞ്ഞു, ഇന്ന റബ്ബക്കും ലൈസ ബി അഗ്വർ, എന്നാൽ നിങ്ങളുടെ റബ്ബ് കണ്ണുപൊട്ടനല്ല. നിങ്ങളുടെ റബ്ബ് തീർച്ചയായും ഒരിക്കലും അഗ്വറല്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിന് അനുയോജ്യമായ രൂപത്തിൽ അവന് കണ്ണുകളുണ്ട് എന്ന് ഈ ഹദീസിൽ നിന്ന് പണ്ഡിതന്മാർ എന്ത് ചെയ്തിട്ടുണ്ട്? തെളിവ് പിടിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പം അള്ളാഹു കാണുന്നത് എങ്ങനെയാണ്? അവൻ്റെ കണ്ണിലൂടെയാണ്. അത് പറയാനാണ് അത് പറഞ്ഞു. ആ കണ്ണെങ്ങനെയാണ് എന്ന് ചിന്തിക്കുവാനോ സാദൃശ്യപ്പെടുത്തുവാനോ അതിനെ മറ്റു രൂപത്തിൽ സംസാരിക്കുവാൻ നമുക്ക് പറ്റൂല. അവന് യോജിച്ച രൂപത്തിൽ അള്ളാഹുവിന് കണ്ണുകളുണ്ട്. ഇമാം മാലിക്, ഇമാം ദാരിൽ ഹിജറ എന്നറിയപ്പെടുന്ന മഹാപണ്ഡിതനാണ് ഇമാം മാലിക്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? വൽ കൈഫ് മജ്ഹൂൽ. അല്ലേ? അള്ളാഹുവിൻ്റെ ഇസ്തിവാവുമായി ബന്ധപ്പെട്ട് പറഞ്ഞപ്പോൾ പറഞ്ഞ കാര്യമാണ്. അതിൻ്റെ രൂപം നമുക്കറിയില്ല. വൽ ഈമാനു ബിഹി വാജിബ്. എന്നാൽ അള്ളാഹു അർശിൽ ഇരിക്കുന്നു എന്നുള്ളത് വിശ്വസിക്കൽ നിർബന്ധമാണ്. വിശ്വസിക്കൽ നിർബന്ധമാണ്. വസ്സുആലു അൻഹു ബിദ്അ. അതിനെക്കുറിച്ച് ചോദിക്കൽ എന്താണ്? ബിദ്അത്താണ്. അത് അള്ളാഹിൻ്റെ വിശേഷണത്തെക്കുറിച്ചൊക്കെ അങ്ങനെ തന്നെയാണ്. അള്ളാഹ് കണ്ണുണ്ടെന്ന് പറയുമ്പോൾ അത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ നമുക്ക് പറ്റൂല. അള്ളാഹുവിന് ഖദമുണ്ട്, അള്ളാഹുവിന് കൈകളുണ്ട്, അള്ളാഹുവിന് മുഖമുണ്ട്. ഖുർആൻ പറഞ്ഞില്ലേ, കുല്ലു മൻ അലൈഹാ ഫാൻ വയബ്ഖാ വജ്ഹു റബ്ബിക ദുൽ ജലാലി വൽ ഇക്റാം. അള്ളാഹുവിൻ്റെ മുഖമൊഴികെ എല്ലാം നശിക്കും. അതിൻ്റെ തഫ്സീറൊക്കെ നമ്മൾ വിചാരിച്ച പോലെയല്ല, വേറെ വിശദീകരണമാണ്. ഞാൻ അങ്ങോട്ടൊന്നും കടന്നു പോണില്ല. അപ്പം അള്ളാഹുവിന് മുഖമുണ്ട്. എങ്ങനെ? അള്ളാഹുവിന് യോജിച്ച രൂപത്തിൽ. അതാണ് അഹ്ലുസുന്നയുടെ അഖീദ. അതാകണം അഹ്ലുസുന്നയുടെ ആദർശം. ഇമാം അബൂദാവൂദ് റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശുദ്ധ ഖുർആനിൽ നിന്നൊരു വചനം ഓതി. ഏതാ വചനം? ഇന്നല്ലാഹ യഅ്മുറുക്കും അൻ തുഅദ്ദുൽ അമാനാതി ഇലാ അഹ്ലിഹാ എന്ന് തുടങ്ങുന്ന വചനം. ആ വചനം അവസാനിക്കുന്നത് എങ്ങനെയാ? ഇന്നല്ലാഹ സമീഅൻ ബസീറ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി ഓതിയതുപോലെ ഈ വചനം ഓതി. നബി ഓതിക്കൊടുത്ത പോലെ തന്നെ അബൂ ഹുറൈറ ഒരിക്കൽ ഈ വചനം ഓതി. അള്ളാഹു കൽപ്പിക്കുന്നത് എന്താണ് ഈ ആയത്തിൽ? അമാനത്തുകൾ അതിൻ്റെ ആളുകളിലേക്ക് നിങ്ങൾ കൊടുത്തു വീട്ടണം എന്നുള്ളതാണ് അള്ളാഹു കൽപ്പിക്കുന്നത്. ഇനി നിങ്ങൾ ജനങ്ങൾക്കിടയിൽ വല്ലതും വിധിക്കുകയാണോ, നിങ്ങൾ അവിടെ നീതി കാണിക്കണം. അള്ളാഹു എത്ര നല്ല ഉപദേശമാണ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. അള്ളാഹു കേൾക്കുന്നവനാണ്, അള്ളാഹു കാണുന്നവനാണ്. ഇതാണ് 4-ാം അധ്യായം സൂറത്തു നിസായിലെ 58-ാമത്തെ ആയത്തിൻ്റെ അർത്ഥം. ഈ വചനം അബൂ ഹുറൈറ അങ്ങനെ തന്നെയാണ് ഓതി അർത്ഥം പറഞ്ഞു. ഈ വചനം ഓതിയപ്പോൾ അബൂ ഹുറൈറ ചെവിയിലും കണ്ണിലും വിരലുകൾ വെച്ചുകൊണ്ട് കാണിച്ചു കൊടുത്തിട്ടാണ് പറഞ്ഞത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു
അള്ളാഹു കേൾക്കുന്നവനാണ്, ഇങ്ങനെ പറഞ്ഞ. അള്ളാഹു കാണുന്നവനാണ്, ഇങ്ങനെ പറഞ്ഞ. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇപ്രകാരം ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്ത് ഓതിയപ്പോൾ അള്ളാഹ് എല്ലാം കേൾക്കുന്നു എന്ന് പറഞ്ഞ് ചെവിമ തൊട്ടു, എല്ലാം കാണുന്നു എന്ന് പറഞ്ഞ് കണ്ണും മീൻ തൊട്ടു. അത് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നാൽ നമ്മെപ്പോലെയുള്ള കേൾവിയും കാഴ്ചയുമല്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വലഖദ് മനന്ന അലൈക മറത്തൻ നുഖറ ഇദ് ഔഹൈനാ ഇലാ ഉമ്മിക മാ യൂഹാ അൻഖിദി ഫീഹി ഫിത്താബൂത്ത് എന്ന് പറയുന്ന വിശുദ്ധ ഖുർആനിൻ്റെ വചനം മൂസാ നബിയുടെ വിഷയത്തിൽ അള്ളാഹു പറയുകയാണ്. മൂസാ നബിയുടെ വിഷയത്തിൽ അള്ളാഹു പറഞ്ഞ ആയത്താണത്. എന്താ ആയത്തിൻ്റെ അർത്ഥം? വലഖദ് മനന്ന അലൈക മറത്തൻ നുഖറ. മൂസാ നബിയുടെ ചരിത്രം രോമങ്ങൾ ഇങ്ങനെ എണീറ്റിക്കണ കഥയാണ്. മൂസ, നിങ്ങൾക്ക് മറ്റൊരിക്കൽ കൂടി ഞാൻ അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. മൂസാ നബിയോട് അള്ളാഹു പ്രവാചകനായിട്ട് പറയാണ്. പ്രവാചകനായിരിക്കെ മൂസാ നബിയോട് അള്ളാഹു പറയാണ്, മറ്റൊരിക്കൽ കൂടി ഞാൻ നിങ്ങൾക്ക് അനുഗ്രഹം ചെയ്തിട്ടുണ്ട്. ഇത് ഔഹൈന ഇലാ ഉമ്മിക മാ യൂഹാ, നിങ്ങളുടെ ഉമ്മാക്ക് ഞാൻ വഹി നൽകിയിട്ടുണ്ട്. ഇവിടെ പറഞ്ഞ വഹി പ്രവാചകന്മാർക്ക് കൊടുക്കണ വഹിയല്ല. ഇപ്പൊ തേനീച്ചയുടെ വിഷയം പറഞ്ഞപ്പോൾ അള്ളാഹു പറഞ്ഞില്ലേ, തേനീച്ചക്ക് ഞാൻ വഹി നൽകി എന്ന് പറഞ്ഞാൽ അതിന് നാം തോന്നിപ്പിച്ചു. അല്ലാതെ മൂസാ നബിയുടെ ഉമ്മാക്ക് വഹി കിട്ടി എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാർക്ക് വഹി കിട്ടണ പോലെയല്ല. അതിൻ്റെ വിശദീകരണം അങ്ങനെയല്ല. ആ ഉമ്മാൻ്റെ മനസ്സിൽ അള്ളാഹ് തോന്നിപ്പിച്ചു കൊടുത്തു. മൂസാ നബിയോട് പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ കുട്ടിയായിരിക്കും, നിങ്ങൾ ഉമ്മാൻ്റെ മനസ്സിൽ ഞാൻ തോന്നിപ്പിച്ചു കൊടുത്തു. എന്ത്? അനിഖിദി ഫീഹി ഫിത്താബൂത്ത്, മൂസയെ ഒരു പെട്ടിയിൽ വെക്കണമെന്ന് മൂസ താങ്കളുടെ ഉമ്മാക്ക് ഞാൻ അന്ന് തോന്നിപ്പിച്ചു കൊടുത്തു. ഈ കഥ കേൾക്കാത്ത ആരും ഉണ്ടാവില്ല. മൂസയെ ഒരു പെട്ടിയിൽ വെക്കണം കുട്ടിയായിരിക്കെ. മൂസാ നബിയുടെ ചരിത്രം കേട്ടിട്ടില്ലേ? ഫിറൗനിന്റെ കാലഘട്ടത്തിൽ ജനിച്ച ഒരു മഹാപ്രവാചകനാണ് അദ്ദേഹം. ഫിറൗന്റെ കൊട്ടാരത്തിൽ വന്നൊരു ജ്യോത്സ്യൻ എന്താ പറഞ്ഞേ? ഇസ്രായേലിൽപ്പെട്ട ഒരാൺകുട്ടി നിങ്ങളുടെ ഭരണാധികാരം തട്ടുന്നൊരു കാലം വരാനുണ്ട്. ജ്യോത്സ്യന്റെ വാക്ക് കേട്ടിട്ട് ഫിറൗൻ ദേഷ്യപ്പെട്ടു. എന്നിട്ട് ഓൻ്റെ കൂട്ടാളികളെ വിളിച്ചിട്ട് ദർബാറിൽ മീറ്റിംഗ് കൂടിയിട്ട് എന്താ പറഞ്ഞ്, ഇനി ഇസ്രായേലിൽ ഒരു ആൺകുട്ടികളും ജനിക്കാൻ പാടില്ല. അങ്ങനെയാണ് ജനിച്ചു വീഴുന്ന സകല ആൺകുട്ടികളെയും ഉമ്മാൻ്റെ മുമ്പെന്ന് ആടിനറുക്കണ പോലെ അറുത്തു കൊന്നത്. കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഇസ്രായേലിൽ ആൺകുട്ടികളില്ലാതെയായി. അപ്പം കിബിത്തികൾക്ക് ബേജാറായി. ഫറോവൻ്റെ ടീമിന് എന്താ ബേജാറ്? അടിമപ്പണി ചെയ്യാൻ നമുക്കാളില്ല. അപ്പം അടുത്ത മീറ്റിംഗ് കൂടി. മീറ്റിങ്ങിൽ അജണ്ട എന്താണ്? നമ്മളെല്ലാവരും കൊന്നാൽ ശരിയാവില്ല. ഇനി ഒരു കൊല്ലം ജനിക്കുന്നവരെ നമുക്ക് ജീവിക്കാൻ വിടാം, അടുത്ത കൊല്ലം ജനിക്കുന്നവരെ നമുക്ക് കൊന്നുകളയാം. അങ്ങനെ ഒന്നിടവിട്ടിട്ട് നമുക്ക് ജീവിക്കാൻ വിടാം. അങ്ങനെ കൊല്ലണം എന്ന് പറഞ്ഞ വർഷത്തിലാണ് ആര് ജനിക്കണത്? മൂസാ നബി ജനിക്കണത്. കൊല്ലണ്ട എന്ന് പറഞ്ഞ വർഷത്തിലാണ് മൂസാ നബിൻ്റെ ജ്യേഷ്ഠൻ ഹാറൂൻ നബി ജനിക്കണത്. അപ്പോൾ ഉമ്മ എന്നുള്ള നിലക്ക് മൂസാ നബിൻ്റെ ഉമ്മാക്ക് ബേജാറായി. അപ്പോൾ അള്ളാഹ് തോന്നിപ്പിച്ചു, ഓൻ്റെ വിഷയത്തിൽ നിങ്ങൾ ബേജാറാകണ്ട, നിങ്ങൾ ഓനൊരു പെട്ടിയിലാക്കിക്കോ. എന്നിട്ട് ഫഖ്ദി ഫീഹി ഫിൽ യമ്മി, ആ പെട്ടി എത്രയും പെട്ടെന്ന് നദിയിൽ കൊണ്ടുപോയി ഒഴുക്കൂ. അങ്ങനെയാണ് നൈൽ നദിയിലേക്ക് കൊണ്ടുപോയിടുന്നത്. നൈൽ നദിയിലേക്ക് ആ കുട്ടിയെ കൊണ്ടുപോയിടുന്നത്. എന്നിട്ടോ ഫൽ യുൽഖിഹിൽ യമ്മു ബിസാഹിൽ, ആ നദി ആ കുട്ടിയെ കടത്തിയ പെട്ടി ഒരു കരക്ക് കൊണ്ടുപോയി അണയിപ്പിക്കും, പേടിക്കണ്ട എന്ന് ഉമ്മാൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നിപ്പിച്ചു കൊടുക്കുകയാണ്. ഉമ്മ അതുപോലെ ചെയ്തു. എന്നിട്ട് അള്ളാഹ് പറഞ്ഞു, യഖുദുഹു അദുവ്വുല്ലി വഅദുവ്വുല്ല, ആ കുട്ടിക്കും എനിക്കും ശത്രുവായ ഒരാൾ ആ പെട്ടി കൈക്കലാക്കും. മൂസാ നബി പ്രവാചകനായിട്ട് അള്ളാഹ് പറഞ്ഞു കൊടുക്കുകയാണ്, ആ കുട്ടിയുടെ ശത്രു എൻ്റെയും ശത്രു ആ പെട്ടി കൈക്കലാക്കും. ആരാണ് ആള്? ഫിറഔൻ. ഫിറൗൻ്റെ കയ്യിലാണ് മൂസാ നബി എത്തുന്നത്. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെയാണ് വളർന്നത്. കൊല്ലണം എന്ന് പറഞ്ഞ അതേ അക്രമിയുടെ കൊട്ടാരത്തിൽ. എന്തേ കൊല്ലാതിരുന്നത്? ഫിറൗൻ്റെ ഭാര്യ ആസിയ ബിൻത്ത് മുസാഹിം. ഓല് പറഞ്ഞ പിന്നെ ഫിറൗനൊന്നും തിരിച്ചു പറയില്ല, അത്ര സ്നേഹമായിരുന്നു ഭാര്യയോട്. മാത്രമല്ല അവർക്ക് മക്കളുണ്ടായിരുന്നില്ല എന്ന് തഫ്സീറിൽ കാണാം. അപ്പം ഈ കുട്ടി എനിക്ക് സന്തോഷം നൽകുന്നു, നമുക്ക് സന്തോഷം നൽകും, നമുക്ക് ഇവനെ വളർത്തിയാലോ എന്ന് പറഞ്ഞിട്ടാണ് ആ കുട്ടിനെ പെട്ടിന്ന് പൊട്ടിക്കണേ.
അങ്ങനെയാണ് മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വളരുന്നത്. എന്നിട്ട് അള്ളാഹ് അവസാനം പറഞ്ഞെന്താ? വലി തുസ്ന അലാ ഐനി, എൻ്റെ കണ്ണിൻ്റെ മേൽനോട്ടത്തിൽ പരീക്ഷിക്കപ്പെടാൻ വേണ്ടി മൂസ താങ്കൾ ആ കൊട്ടാരത്തിൽ വളർന്നു. എന്താ ഈ ആയത്തിൽ പറഞ്ഞ്? എൻ്റെ കണ്ണിൻ്റെ മേൽനോട്ടത്തിൽ. അപ്പം അള്ളാഹു കാണുന്നത് എങ്ങനെയാണ്? അവൻ്റെ കണ്ണുകൊണ്ടാണ്. എങ്ങനെയുള്ള കണ്ണാണ്? സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്താൻ പാടുള്ളതല്ല. വിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു പറഞ്ഞ കാര്യമാണ്. മുഫസ്സിറുകൾ ഈ ആയത്ത് ഉദ്ധരിച്ചിട്ട് പറയുന്നു അള്ളാഹുവിന് കണ്ണുകളുണ്ട് എന്ന്. ഇതൊക്കെ പറയുമ്പോൾ ചില പിഴച്ച കക്ഷികൾ പറയുമെന്ത്? അള്ളാഹ്ക്ക് കണ്ണുണ്ട് എന്ന് വിശ്വസിച്ചാൽ അത് ബിദ്അത്താണ്, അത് അള്ളാഹുവിനെ ജഡവൽക്കരിക്കലാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ബിദ്അത്തിൻ്റെ കക്ഷികൾ രംഗത്ത് വരുന്നത് കാണാം. അഹ്ലുസുന്നയുടെ അഖീദ അതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ഈ സത്യത്തെ ചില ആളുകൾ എതിർത്തു എന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. നൂഹ് നബിയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നൂഹ് നബിയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് എന്താ പറഞ്ഞേ? നൂഹ് നബിയെക്കുറിച്ച് പറഞ്ഞ ഭാഗത്ത് തജ്രീ ബിഅഅ്യുനിനാ, ആ കപ്പൽ സഞ്ചരിച്ചത് നമ്മുടെ കണ്ണുകളുടെ മേൽനോട്ടത്തിലാണ്. അല്ലാഹ് പറഞ്ഞില്ലേ ഖുർആനിലെ? ആ നൂഹ് നബിയുടെ കപ്പൽ സഞ്ചരിച്ചത് എൻ്റെ കണ്ണുകളുടെ മേൽനോട്ടത്തിലാണ് എന്ന് അല്ലാഹു പറയുകയുണ്ടായി. ജസാഅം മൻ കാന കുഫർ, കളവാക്കപ്പെട്ട നൂഹ് നബിക്കുള്ള പ്രതിഫലമായിട്ടാണ് ആ കപ്പലിനെ ഞാൻ നിയന്ത്രിച്ചു കൊണ്ടുപോയത് എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖമറിൻ്റെ 14-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നുണ്ട്. ഇവിടെയും അല്ലാഹു സ്ഥിരീകരിക്കണം എന്താണ്? അല്ലാഹുവിന് കണ്ണുകളുണ്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല കാണുന്നത് അവൻ്റെ കണ്ണുകൾ കൊണ്ടാണ് എന്നും അതാണ് അഹ്ലുസുന്നയുടെ വിശ്വാസം എന്നുമാണ് ഞാൻ പറഞ്ഞതിൻ്റെ ചുരുക്കം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അല്ലാഹ് പറഞ്ഞില്ലേ, വസ്ബിർ ലിഹുക്മി റബ്ബിക ഫഇന്നക ബിഅഅ്യുനിനാ. ഖുർആൻ സൂറത്തു തൂറിൽ പറഞ്ഞതാണ്. നബിയെ താങ്കൾ ക്ഷമിക്കുക, പ്രവാചകരെ താങ്കൾ എൻ്റെ കണ്ണിൻ്റെ മേൽനോട്ടത്തിലാണ്. നബിയോട് അല്ലാഹ് പറഞ്ഞു. നമ്മൾ എത്ര തെളിവുകൾ പറഞ്ഞു? അബൂ ഹുറൈറ പറഞ്ഞ ഹദീസ് പറഞ്ഞു, ഖുർആനിൻ്റെ 3 വചനങ്ങൾ പറഞ്ഞു, 3-ാമത്തെ വചനം സൂറത്ത് തൂറിലെ നമ്മുടെ നബിയോട് അല്ലാഹ് പറഞ്ഞ വചനവും പറഞ്ഞു. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി, അള്ളാഹു കാണുന്നത് അവൻ്റെ കണ്ണുകൾ കൊണ്ടാണ്. അതാണ് അൽ ബസീർ, അതാണ് അൽ ബസീർ. ഈ യാഥാർത്ഥ്യത്തെയാണ് ചില ആളുകൾ അറിഞ്ഞോ അറിയാതെയോ നിഷേധിച്ചു കൊണ്ടിരിക്കുന്നത്. സഹോദരങ്ങളെ, അള്ളാഹുവിന് കണ്ണില്ല എന്ന് വിശ്വസിക്കുന്ന പിഴച്ച കക്ഷികളിൽപ്പെട്ടൊരു വിഭാഗമാണ് മുഅ്തസിലിയാക്കൾ. മുഅ്തസിലിയാക്കൾ നബിനെ കുറിച്ച് പറഞ്ഞെന്താ അറിയോ? ഈ അറബി എന്തൊക്കെയാണ് ജനങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് എന്നാണ്. സുബ്ഹാനല്ലാഹ്. സഹാബത്തിനെ കുറിച്ച് മുഅ്തസിലിയാക്കൾ എന്താ പറഞ്ഞേ? ഇസ്ലാമിൻ്റെ പേരിലാണ് ഓലും അറിയപ്പെടുന്നത്. മുഅ്തസിലിയാക്കൾ സഹാബത്തിനെ കുറിച്ച് എന്താ പറഞ്ഞറിയോ? അവർ ഈമാൻ കുറഞ്ഞവരാണ്. ഈമാനിൻ്റെ നിറകുടങ്ങളായ സഹാബത്തിനെ കുറിച്ച് അവർ പറഞ്ഞ വാക്കതാണ്. ഈ കക്ഷികൾ പറഞ്ഞത് എന്താണ്? അള്ളാഹുവിന് കണ്ണുകളുണ്ടെന്ന് പറഞ്ഞാൽ, കാതുണ്ട് എന്ന് പറഞ്ഞാൽ അത് സൃഷ്ടികളോട് സാദൃശ്യപ്പെടുത്തലാണ്. അങ്ങനെ പറയാൻ പറ്റൂല. ഈ വാദം ഇന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന ടീമുകാരുണ്ട്. നമ്മുടെ നാട്ടിൽ ഇതേ മുഅ്തസിലിയ അഖീദ വെച്ചു പുലർത്തുന്ന ആൾക്കാരുണ്ട്. അള്ളാഹ്ക്ക് കണ്ണുണ്ടെന്ന് പറയാൻ പറ്റൂല, അള്ളാഹ് ഇറങ്ങുന്നു എന്ന് പറയാൻ പറ്റൂല, അത് അള്ളാഹിൻ്റെ റഹ്മത്ത് ഇറങ്ങുന്നേ എന്നേ പറയാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നിട്ട് കളിയാക്കുകയാണ്. അള്ളാഹ് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് ഇന്ത്യയുടെ രാത്രിയിലാണോ അമേരിക്കയുടെ രാത്രിയിലാണോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ രാത്രിയാണ് കയറുമ്പോഴേക്ക് അമേരിക്കയിൽ രാത്രിയായില്ലേ? അപ്പം അവിടെ തന്നെ പോയി അപ്പം ഇറങ്ങണ്ടേ? അപ്പം അള്ളാഹ് അവിടെ ഇറങ്ങിയാൽ പിന്നെ ഇവിടെ രാത്രിയായില്ലേ? അപ്പം ഇങ്ങോട്ട് തന്നെ വരണ്ടേ? അപ്പം അള്ളാഹ്ക്ക് ഇറങ്ങാനേ സമയം ഉണ്ടാവുള്ളൂ, കയറാൻ സമയം ഉണ്ടാവില്ല. ആരാ പറയണേ? ചില സഖാഫിമാർ പറയണില്ലേ. ഞാനത് ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾ വിഷമിക്കണ്ടേ, നിങ്ങളാരും സങ്കടപ്പെടരുത്, ഇത് മനസ്സിലാൻ വേണ്ടി പറഞ്ഞു. അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബത്തും മനസ്സിലാക്കിയെടുത്ത് നിന്ന് മുഅ്തസിലിയാക്കളും അവരെ പിൻപറ്റിയവരും പിഴച്ചു പോയിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത്. ഞാൻ കുറച്ച് സമയം കൂടി എടുക്കണതിന് പ്രശ്നമല്ലല്ലോ, ഈ വിഷയമാണ് കംപ്ലീറ്റ് ആക്കട്ടെ കേട്ടോ. ഉഹദ് യുദ്ധം ഇസ്ലാമിക ചരിത്രത്തിൽ കഴിഞ്ഞു പോയൊരു യുദ്ധമാണ്. ഉഹദ് യുദ്ധത്തിൽ ശരിക്കും മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പ്രയോഗിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പരാജയപ്പെട്ടു എന്ന് പറയാൻ പാടില്ല, ഇനി നമ്മളാരും അങ്ങനെ പ്രയോഗിക്കരുത് കേട്ടോ. ഉഹദ് യുദ്ധത്തിൽ മുസ്ലിങ്ങൾ പരാജയപ്പെട്ടു എന്ന് പ്രയോഗിക്കൽ തെറ്റാണ്. അവിടെ എന്തേ പറയാൻ പറ്റുള്ളൂ? മുസ്ലിങ്ങൾക്ക് ചെറിയൊരു വീഴ്ച പറ്റി.
അങ്ങനെ സൂക്ഷ്മതയോടെ പ്രയോഗിക്കാൻ പറ്റുന്ന പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്. ആ ഉഹദ് യുദ്ധത്തിൽ ആയുധം കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു സ്വഹാബിയുടെ കണ്ണ് തെറിച്ചുപോയി. കണ്ണ് തെറിച്ചുപോയി. ആരായിരുന്ന സഹാബി? ഖത്താദ. ഉഹദ് യുദ്ധത്തിൽ ഒരു ശത്രുവിൻ്റെ അമ്പുകൊണ്ട് ഖത്താദയുടെ കണ്ണ് ഒരു നാരിൽ ഇങ്ങനെ തൂങ്ങി നിന്നു എന്നാണ്. സുബ്ഹാനല്ലാഹ്. ആ സഹാബിയുടെ മുഴുവൻ പേരെന്താ? ഖത്താദ ഇബ്നു നുഅ്മാൻ റളിയല്ലാഹു അൻഹു ആണ്. കവിളിലേക്ക് തൂങ്ങി നിന്നു എന്നെ ചരിത്രത്തിലുണ്ട്. എത്ര വേദന അനുഭവിച്ചിട്ടുണ്ടാവൂലേ. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഒരു മുഅ്ജിസത്ത് പ്രകടമായി ഉഹദ് യുദ്ധത്തിൽ. എന്തായിരുന്നു ആ മുഅ്ജിസത്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ കണ്ണ് യഥാസ്ഥാനത്ത് തിരിച്ചു വെച്ചു. യഥാസ്ഥാനത്ത് തിരിച്ചു വെച്ചു. പിന്നീട് മറ്റേ കണ്ണിനേക്കാൾ ഈ കണ്ണിന് ഭംഗി കൂടുകയും കാഴ്ച കൂടുകയും ചെയ്തു എന്ന് വരെ സ്വഹീഹായ ചരിത്രത്തിൽ നമുക്ക് കാണാം. ഇത് റസൂലുള്ളാഹിന്റെ മുഅ്ജിസത്താണ്. അങ്ങനെ കണ്ണ് തൂങ്ങിയാലും കണ്ണിന് കാഴ്ചയില്ലാത്തവരൊക്കെ ഇനി എപ്പോഴും നബിൻ്റെ എത്തി എന്നാ കാഴ്ചട്ടോ? ഇല്ല, അതവിടെ ഒതുങ്ങി. പക്ഷെ എന്താ നമ്മൾ ആൾക്കാർ പറയണെന്താ? മഹാന്മാരായ പ്രവാചകന്മാരൊക്കെ മുഅ്ജിസത്തുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ അവരോട് തേണിക്കോ. ഔലിയാക്കന്മാരൊക്കെ കറാമത്തുള്ളവരാണ്, അതുകൊണ്ട് നിങ്ങൾ അവരോട് തേടിക്കോ. ഈ കറാമത്തും മുഅ്ജിസത്തൊന്നും അവർക്ക് യാതൊരു പങ്കുമില്ല. ഉണ്ടോ? ഇല്ല സുഹൃത്തുക്കളെ. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ കയ്യിലെ വടി താഴെ ഇടോളം അറിയില്ലായിരുന്നു അത് പാമ്പാവുന്ന്. നമ്മളെ നാട്ടിലെ ചില ആൾക്കാരുടെ വിശ്വാസപ്രകാരം മഹാന്മാരൊക്കെ മറഞ്ഞ കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളും അറിയുന്നവരാണ് എന്ന് വിശ്വസിക്കുന്നുണ്ട്. ഫിർഔനിന്റെ രാജകൊട്ടാരത്തിന്റെ ആ മുമ്പിൽ ആദ്യം മൂസാ നബി അലൈഹി സ്വലാം ആദ്യഘട്ടത്തിൽ വടിയിട്ടപ്പോൾ അത് പാമ്പായി. മൂസാ നബി പേടിച്ച് ഓടിയെന്ന് കാണാൻ പറ്റും ഖുർആനിൽ. ഓടിയത് തിരിഞ്ഞു നോക്കാത്ത ഓട്ടായിരുന്നു. വടി താഴെയിട്ടാൽ പാമ്പാകുമെന്ന് മൂസാ നബിക്ക് അറിയുമായിരുന്നെങ്കിൽ മൂസാ നബി ഓടുമായിരുന്നോ? ഇല്ല, അറിയാത്തത് കൊണ്ടാണ് ഓടിയത്. അപ്പം എന്ത് മനസ്സിലായി? ഈ വടി താഴെ വീണാൽ അത് പാമ്പാകാൻ പോകുകയാണെന്ന് പോലും മഹാനായ പ്രവാചകൻ അറിഞ്ഞില്ല. അപ്പം നമ്മുടെ നാട്ടിലെ ആൾക്കാരുടെ വിശ്വാസപ്രകാരം മഹാന്മാരൊക്കെ മറഞ്ഞതും വരാനിരിക്കുന്നതൊക്കെ അറിയുന്നവരാണ് എന്ന് പറയുന്നതിൽ വല്ല അടിസ്ഥാനമുണ്ടോ? ഇത് വലിയ ശിർക്കം വിശ്വാസമാണ്. ഒരുപാട് തെളിവുകൾ ആ വിഷയത്തിലുണ്ട് എന്ന് നമുക്ക് കാണുവാൻ പറ്റും. അപ്പം ഖത്താദയുടെ വിഷയം ഞാൻ പറഞ്ഞെന്തിനാ? ഖൈബർ യുദ്ധവേളയിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി റളിയല്ലാഹു അൻഹു ഒരു പതാക കൈമാറാൻ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഖൈബർ യുദ്ധം കേട്ടിട്ടുണ്ടോ? ഖൈബർ യുദ്ധത്തിൻ്റെ പ്രത്യേകത എന്താ? ജൂതന്മാരുമായി നടന്ന യുദ്ധം, ഒരു കോട്ട വളഞ്ഞ യുദ്ധമാണ്. റസൂലുള്ളാഹിന്റെ പതിവ് എന്താ? ഏത് യുദ്ധസ്ഥലത്തേക്ക് പോവുകയാണെങ്കിലും 2 ദിവസം മുമ്പോ 1 ദിവസം മുമ്പൊക്കെ അങ്ങോട്ട് പോകും. എന്തിനാ? ആ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കാനും യുദ്ധത്തിൻ്റെ പോരാട്ടം എളുപ്പമാക്കാനും വേണ്ടിയിട്ട്. അങ്ങനെ ഖൈബറിലേക്ക് പോയി. ഖൈബറിൻ്റെ തലേ ദിവസം സഹാബികളൊക്കെ ഒരുമിച്ച് കൂടിക്ക രാത്രി, നാളെ യുദ്ധം നടക്കാൻ പോവാണ്. തലേ ദിവസം രാത്രി റസൂലുള്ളാഹിയുടെ ഒരു അനൗൺസ്, നാളെ എൻ്റെ കയ്യിലുള്ള ഈ പതാക ഞാൻ ഒരാളുടെ കയ്യിൽ നൽകും. ആ പതാക ഞാൻ നൽകുന്ന വ്യക്തി ആരാണോ അയാൾ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ആളാണ്. അയാളെ അള്ളയും റസൂലും ഇഷ്ടപ്പെടുന്നുമുണ്ട്. അയാൾ സ്വർഗാവകാശിയാണ്. അയാളിലൂടെ ആയിരിക്കും ഖൈബറിന് വിജയം കിട്ടുക. ആരാന്ന് പറഞ്ഞില്ല, ആരാന്ന് പറഞ്ഞില്ല. സഹാബികളൊക്കെ വിചാരിച്ചെന്താ? സഹാബികൾ പറയണേ, ഞങ്ങൾ അവിടുന്ന് ഞങ്ങളെ ടെൻറ്റിലേക്ക് തിരിച്ചു പോയത് ആരെ കയ്യിലായിരിക്കും അത് തരിക? എൻ്റെ കയ്യിലായാൽ മതിയായിരുന്നു, എൻ്റെ കയ്യിലായാൽ മതി. അത്ര വലിയ ഓഫറാണ് പറഞ്ഞു. സഹാബികളെ രാത്രി ഉറങ്ങാതെ ചർച്ച ചെയ്യാം. നേരം വെളുത്തു, ടെൻറ്റിൽ നിന്ന് ഓലൊക്കെ നബിൻ്റെ മുമ്പിലേക്ക് വന്നു. പതാക റസൂലുള്ള കൊടുക്കാൻ നിൽക്കുകയാണ്. ആർക്കാ കൊടുക്കുകയെന്ന് അറിഞ്ഞൂടാ. അള്ളാഹിൻ്റെ റസൂലിൻ്റെ കണ്ണിങ്ങനെ എല്ലായിടത്തും കൂടി ഇങ്ങനെ എന്താ പറയുക തിരിയുകയാണ്. പക്ഷെ റസൂലുള്ള വിചാരിച്ച വ്യക്തിയെ ആ കൂട്ടത്ത് കണ്ടില്ല. അതാരായിരുന്നു? അവിടുത്തെ മരുമകനായ ഫാത്തിമ ബീവിയുടെ ഭർത്താവായ ഹസൻ ഹുസൈനിൻ്റെ പിതാവായ സ്വർഗാവകാശികളിൽ 4-മനായ കുട്ടികളിൽ ആദ്യം വിശ്വസിച്ച അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിനാണ് ഈ പതാക കൊടുക്കാൻ പോകുന്നത്. ആ പതാക അലി റളിയല്ലാഹു അൻഹു കൊടുക്കാൻ നോക്കുമ്പോൾ അദ്ദേഹത്തെ കാണല്ല. അള്ളാഹുവിൻ്റെ റസൂൽ ചോദിച്ചു, അയിന അലി, അലി എവിടെയാണ്?
സഹാബികൾ പറഞ്ഞു, നബി അദ്ദേഹം ടെന്റിലുണ്ട്. എന്താ അവിടെ പണി? അയാളെ കണ്ണിന് സുഖല്ല, കണ്ണിൽ ചോരയാണ്. അള്ളാഹിൻ്റെ റസൂൽ പറഞ്ഞു, എത്രയും പെട്ടെന്ന് അലിയെ വിളിച്ചു കൊണ്ടുവരൂ. അലിയെ വിളിച്ചു കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ ഉമിനീരെടുത്ത് അലിയുടെ കണ്ണിൽ പുരട്ടി. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖിനാൽ ആ കണ്ണിൻ്റെ പ്രയാസം നീങ്ങിപ്പോയി. ഇത് പറഞ്ഞത് മനുഷ്യർ എത്ര വലിയവരായാലും അവരുടെ ഓരോ അവയവങ്ങൾക്കും കുറവുകളും പരിമിതികളും ഉണ്ട് എന്ന് പറയാനാണ്. ഈ പറഞ്ഞ രണ്ട് വ്യക്തികളും ആരാ? ഖത്താദ ആരാണ്? ആ കണ്ണ് തിരിച്ചു വെക്കപ്പെട്ട ഖത്താദ ആരാണ്? സഹാബിയാണ്. അലി റളിയല്ലാഹു അൻഹു ആരാണ്? സ്വർഗാവകാശിയാണ്. ഇവരൊക്കെ മഹാന്മാരായ ആളുകളായിട്ട് പോലും അവരുടെ കണ്ണുകൾക്ക് എന്ത് വന്നിട്ടുണ്ട്? പ്രശ്നങ്ങളും പരിമിതികളും വന്നിട്ടുണ്ട്. പക്ഷെ അള്ളാഹുവിൻ്റെ കാഴ്ചക്ക് യാതൊരു കുഴപ്പവും പറ്റൂല. അതാണ് അൽ ബസീർ. അത് പറയാനാണ് ഞാനിങ്ങനെ ചില കാര്യങ്ങൾ വളഞ്ഞിട്ട് പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഈ പറയപ്പെട്ടതും അല്ലാത്തതുമായ യാതൊരു കുറവും അള്ളാഹ്ക്കില്ല. നിങ്ങൾ കുറച്ചേരം കൂടി ക്ഷമിക്കണം. ഈ വിഷയം തീർന്നാൽ എനിക്ക് സമാധാനമാകുന്നു. നമ്മളത് കുറച്ച് വൈകിട്ടുള്ള തുടങ്ങിയേ. നമ്മൾ തന്നെ നിസ്കരിക്കാനുള്ള ആൾക്കാർ. അതുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഒരുമിച്ച് നിസ്കരിക്കാം കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നെറ്റി പൊട്ടിയിട്ടില്ലേ? ഉഹദ് യുദ്ധത്തിൽ കവിള് മുറിഞ്ഞിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല്ല് പൊട്ടിയിട്ടില്ലേ? റസൂലുള്ളാഹിന്റെ പെരടിക്ക് വെട്ടിയിട്ടിട്ടുണ്ട് ഉഹദ് യുദ്ധത്തിൽ. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലാരാണ്? ഈ പറയപ്പെട്ട റസൂലാരാണ്? എത്ര വിശേഷണങ്ങൾ പറയേണ്ട ഖാത്തമുൽ അംബിയ, മാത്രമല്ല കാരുണ്യത്തിൻ്റെ പ്രവാചകൻ, മാത്രമല്ല സ്വർഗത്തിലേക്ക് ആദ്യം കടക്കുന്ന വ്യക്തി, മാത്രമല്ല ഖബറിൽ നിന്നും ആദ്യം അന അവ്വലു മൻ യൻശഖു അൻഹുൽ ഖബർ, ഇസ്രാഫീലിൻ്റെ ഊത്തിൽ ഒന്നാമതായി ഖബറിൽ നിന്ന് എണീക്കണ ഞാനായിരിക്കും എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഷഫാഅത്തുൽ ഉലമ കൊണ്ട് അല്ലാഹ് അനുഗ്രഹിച്ച വ്യക്തിയാണ്. ലിവാഉൽ ഹംദിൻ്റെ നേതാവാണ്. അപ്പോൾ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും മനുഷ്യൻ എന്നുള്ള നിലക്ക് എല്ലാ കുറവുകളും ആർക്കുണ്ടായിട്ടുണ്ട്? അള്ളാഹുവിൻ്റെ റസൂലിനും ഉണ്ടായിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും യൂഹാ ഇലയ്യ അന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ്. ഇത് ഖുർആനിലെ ഏത് സൂറത്തിലാ? കഹ്ഫിലാണ്. കഹ്ഫിൽ അവസാനത്തെ ആയത്താണ്. എന്താ അല്ലാഹ് പറയണത്? പറഞ്ഞു കൊടുക്കൂ നബിയെ ജനങ്ങളോട്, ഖുൽ ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും, ഞാൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാണ്. എന്തിനപ്പോൾ ഞാൻ അതൊക്കെ പറഞ്ഞത്? മനുഷ്യർ എന്നുള്ള നിലയ്ക്ക് ഏറ്റവും നല്ല വ്യക്തിയായ, വിശേഷണങ്ങൾ പറഞ്ഞാൽ തീരാത്ത നമ്മുടെ റസൂലുള്ളാഹിക്ക് പോലും കുറവുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ കുറവുകളില്ലാതെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന പൂർണ്ണനാണ്. ഒരേ ഒരു ശക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് ഇനി നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ ചലനങ്ങളും ആ ബസീർ എന്ന് പറയുന്ന മഹാശക്തി നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ട കാര്യമാണ്. എന്തായാലും സഹോദരങ്ങളെ, ഈ സംഭവങ്ങളൊക്കെ ഞാൻ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ ചില ആൾക്കാരുടെ വിശ്വാസം എന്താണ്? നൂറ്റാണ്ടുകൾക്ക് ഇപ്പുറവും മരണപ്പെട്ടു പോയ ആളുകളൊക്കെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നു എന്നാണ് ചില ആളുകൾ വിശ്വസിച്ചത്. പ്രത്യേകിച്ച് അതിലേറ്റവും മുൻപന്തിലിരിക്കുന്നത് ആരാ? ഷെയ്ഖ് ജീലാനിയാണ്. 800 ചില്ലാനം കൊല്ലങ്ങൾക്ക് മുമ്പ് ബാഗ്ദാദിൻ്റെ മണ്ണിൽ മറമാടപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലയെ ഇന്ന് ചില ആളുകൾ വിളിച്ചു തേടുന്നുണ്ട്. എന്തൊക്കെയാ ചോദിക്കുന്നത്? കണ്ണിൽ കാണാത്തതും കൽബകത്തുള്ളതും കൺകൊണ്ട് കണ്ടപ്പോൾ കാട്ടിപ്പറഞ്ഞോവർ. മരിച്ചിടക്കണ ആളെ ജീവിച്ചിരിക്കുമ്പോൾ കഴിയും. അതുപോലെ തന്നെ കുപ്പിയകത്തുള്ള വസ്തുവിനെ പോലെ കാണാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നോവർ. ഇങ്ങനെ ഒരു കാഴ്ച സഹോദരങ്ങളെ റബ്ബിനല്ലാതെ ഇല്ല. അതുകൊണ്ടാണ് കെ ഉമർ മൗലവി പറഞ്ഞത്, അള്ളയല്ലാത്ത ഒരു മഹാനെയോ ഒരു സൃഷ്ടിയെയോ ഒരാൾ വിളിക്കുമ്പോൾ അവൻ 4 വട്ടം കാഫിറാകുന്നു എന്ന് പറഞ്ഞത്. അത് വായിച്ചിട്ട് ചില പണ്ഡിതന്മാർ പറയാറുണ്ട്, 4 വട്ടം നമ്മൾ കാഫിറാണത്രേ. അത് വെറുതെ പറഞ്ഞല്ല, പഠിച്ചു പറഞ്ഞതാണ്. അള്ളാഹു അല്ലാത്തൊരു മഹാനെ വിളിക്കുമ്പോൾ അവൻ്റെ വിശ്വാസം എന്താ? ആ മഹാൻ എന്നെ കേൾക്കുന്നു, ആ മഹാൻ എന്നെ കാണുന്നു, ആ മഹാൻ എനിക്ക് ഉത്തരം തരും, ആ മഹാൻ അതിന് കഴിവുള്ളവനാണ്. സമീഇലും ബസീറിലും മുജീബിലും ഖദീറിലും പങ്കു ചേർക്കുന്നുണ്ട്. അപ്പോൾ ഒറ്റ വിളിയിൽ 4 കാഫിറുണ്ട്, സംശയമല്ല. ഉമർ മൗലവി വെറുതെ പറഞ്ഞല്ലേ, ഉമർ മൗലവി പണ്ഡിതനായിരുന്നു.
അതറിയാത്ത ജാഹിലുകളാണ് എന്ന് ചോദിച്ചിട്ട് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നത്. സഹോദരങ്ങളെ, അങ്ങനെ എല്ലായിടത്തുനിന്നും പരിധികളില്ലാതെ കാണുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ടാണ് അല്ലാഹ് പറഞ്ഞത് ലൈസ കമിസ്ലിഹി ഷൈഉൻ വഹുവസ് സമീഉൽ ബസീർ. അല്ലാഹനെ പോലെ യാതൊന്നുമില്ല, അവൻ എല്ലാം കേൾക്കുന്നവനും എല്ലാം കാണുന്നവനുമാണ് എന്ന് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. എന്തൊക്കെ പ്രയോഗങ്ങളെ ഖുർആൻ നടത്തിയത്? വല്ലാഹു ബസീറും ബിമാ തഅമലൂൻ, ഇന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, വത്തഖുല്ലാഹ വഅലമു അന്നല്ലാഹ ബിമാ തഅമലൂന ബസീർ, വല്ലാഹു ബസീറും ബിൽ ഇബാദ് എന്നൊക്കെ വിശുദ്ധ ഖുർആനിലെ അല്ലാഹ് ഇങ്ങനെ പ്രയോഗിച്ചതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കും. ഇതൊക്കെ അല്ലാഹു കാണും എന്ന് അറിയിക്കുന്ന വചനങ്ങളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. സ്പെയിനിൽ അറിയപ്പെട്ടൊരു പണ്ഡിതനുണ്ടായിരുന്നു, അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. ഒരു കാലഘട്ടത്തിൽ സൗദി അറേബ്യ പോലെ അറിയപ്പെട്ടൊരു രാജ്യമായിരുന്നു സ്പെയിൻ. പിൽക്കാലത്ത് അത് മുസ്ലിങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. അതിന് മുസ്ലിങ്ങളുടെ ഛിദ്രതയും തമ്മിൽ തല്ലും കാരണമായി എന്നുള്ളത് വേറെ വിഷയമാണ്. ആ സ്പെയിനിൽ അറിയപ്പെട്ടൊരു പണ്ഡിതൻ, അദ്ദേഹം തൻ്റെ മകനെ ഉപദേശിച്ചപ്പോൾ അള്ളാഹുവിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അത് ഇസ്ലാമിക പണ്ഡിതന്മാർ എടുത്തു കൊടുത്തിട്ടുണ്ട്. എന്താണ് ആ വാക്ക്? വഇദാ ഖലൗത ബിദുൽമത്തിൻ ഫീരീബത്തിൻ, രാത്രിയുടെ മറവിൽ ഒരു തെറ്റ് ചെയ്യുവാൻ നീ തനിച്ചായി കഴിഞ്ഞാൽ, വന്നഫ്സു ദാഇയതു ഇല തുഗ്യാൻ ഫസ്തഹി മിൻ നദരിൽ ഇലാഹ് വഖുൽ ലഹാ ഇന്നല്ലദീ ഖലഖൽ ളലാമ യറാനി. അദ്ദേഹം തൻ്റെ മകനോട് പറഞ്ഞു കൊടുത്ത വാക്ക മോനോട് ഉപ്പ പറഞ്ഞു കൊടുക്കാൻ. എന്താ പറഞ്ഞേ? രാത്രിയുടെ മറവിൽ, ഇരുട്ടിൽ, രാത്രിയുടെ നിശാവേളകളിൽ നീ ഒരു തെറ്റ് ചെയ്യാൻ വിചാരിച്ചാൽ, അതിക്രമം ചെയ്യാൻ നിന്റെ മനസ്സ് നിന്നെ മാടി വിളിക്കുമ്പോൾ, ഇലാഹായ നാഥൻ്റെ നോട്ടത്തെക്കുറിച്ച് നീ ലജ്ജിക്കണം. അവൻ കാണുന്നുണ്ട് എന്നുള്ള ബോധം നിനക്ക് വേണം. എന്നിട്ട് മനസ്സിനോട് നീ പറയണം, ഇരുട്ടിനെ പടച്ചവനായ റബ്ബ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് നീ പറഞ്ഞുകൊണ്ടിരിക്കണം എന്ന് മകനോട് അദ്ദേഹം പറഞ്ഞു കൊടുക്കുകയാണ്. സഹോദരങ്ങളെ, ഈ അള്ളാഹുവിൻ്റെ നാമങ്ങളെ സംബന്ധിച്ചിടത്തോളം വിശാലമായ ആശയങ്ങളും അർത്ഥതലങ്ങളുമാണ് ഓരോ വചനങ്ങളിലൂടെയും പണ്ഡിതന്മാർ വിശദീകരിച്ച് തന്നിട്ടുള്ളത്. പക്ഷേ ഇതൊന്നും നമ്മൾ അധികം ആളുകളും പഠിക്കുന്നില്ല, മനസ്സിലാക്കുന്നില്ല എന്നുള്ളത് ഖേദകരമായൊരവസ്ഥയാണ്. എന്തിനാണ് നമ്മൾ അൽ ബസീർ എന്നുള്ള നാമത്തെ 1 മണിക്കൂർ എടുത്ത് വിശദീകരിച്ചത്? അള്ളാഹുവിൻ്റെ ഒരു നാമത്തിന് വിശദീകരിച്ചാൽ തീരാത്ത അർത്ഥവ്യാപ്തി ഉണ്ട് എന്നും, ഇനി അള്ളാഹുവിനെ അൽ ബസീറായ റബ്ബേ എന്ന് വിളിക്കുമ്പോൾ ആ വിളിയുടെ ആഴം കൂടുതൽ ആഴങ്ങളിലേക്ക് ചെല്ലുവാൻ വേണ്ടിയും കൂടിയാണ് ഈ വിശദീകരണങ്ങൾ ഇത്തരം ക്ലാസ്സുകളിൽ നമ്മൾ നൽകുന്നത്. ഇൻഷാ അള്ളാഹ് അടുത്ത ക്ലാസ്സിൽ അള്ളാഹുവിൻ്റെ മറ്റൊരു പേര് നമുക്ക് വിശദീകരിക്കേണ്ടതുണ്ട്. ഈ വിഷയത്തിൽ തന്നെ ഇനിയും ഒരുപാട് കാര്യങ്ങൾ സൂചിപ്പിക്കണമെന്നുണ്ടായിരുന്നു. സമയം അനുവദിക്കാത്തത് കൊണ്ട് ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിന്ന് സംസാരിച്ചതും ഈ ഇരുന്ന് കേട്ടതുമായ കാര്യങ്ങളെല്ലാം നമ്മളിൽ നിന്ന് സ്വാലിഹായ ഒരു അമലായി കബൂലാക്കുമാറാകട്ടെ. നാളെ പരലോകത്ത് അല്ലാഹു നമ്മൾക്കിതൊരു മുതൽക്കൂട്ടായി നൽകുമാറാകട്ടെ. ഇതിനേക്കാൾ ഉത്തമമായ സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ നാമത്തെ കൂടുതൽ അറിയുവാനും പഠിക്കുവാനും അതിലൂടെ കൂടുതൽ അല്ലാഹുവിലേക്ക് അടുക്കുവാനും അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാളെ പരലോകത്തൊരു വിഭാഗത്തെ സ്വർഗത്തിലേക്കും ഒരു വിഭാഗത്തെ നരകത്തിലേക്കും തിരിച്ചുവിടുമ്പോൾ സ്വർഗത്തിലേക്ക് സന്തോഷത്തോടെ കടന്നു പോകുന്ന വിജയികളിൽ അല്ലാഹു നമ്മെ നമ്മുടെ ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. വആഖിറു ദഅവാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.